الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യവും സമ്പത്തും കുടുംബവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അതിലപ്പുറം രാജ്യത്തിന്റെ അധികാരം തന്നെയും നമ്മുടെ കൈകളിലാണെങ്കിലും അല്ലാഹുവിന്റെ സഹായം അതില്ലെങ്കിൽ നമുക്ക് ഇവിടെയും ഖബറിലും പരലോകത്തും മുന്നോട്ടു പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അവലം യസീറൂ ഫിൽ അർദ് ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വകാനൂ അശദ്ദ മിൻഹും ഖുവ്വ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, അല്ലാഹുവിന്റെ ശിക്ഷ ബാധിച്ച ജനപദത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. കാനൂ അശദ്ദ മിൻഹും ഖുവ്വ, അവർ ഏറ്റവും നല്ല ശക്തിയുള്ളവരായിരുന്നു. ശാരീരികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ നിലക്കും ശക്തി പ്രാപിച്ചവരെയാണ് അല്ലാഹു കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചത്, ഭൂകമ്പം കൊണ്ട് നശിപ്പിച്ചത്, ചരൽ വർഷം കൊണ്ട് നശിപ്പിച്ചത്, അതിശക്തമായ പ്രളയം കൊണ്ട് അല്ലാഹു മുക്കിക്കൊലപ്പെടുത്തിയത്. അവർക്കില്ലാതെ പോയതെന്താണ്? അല്ലാഹുവിന്റെ സഹായമാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പിടികൂടിയ പല ജനതയ്ക്കും ഭൗതികമായി നമ്മേക്കാൾ കരുത്തുണ്ട്. ആദും സമൂദും താമസിച്ച വീടുകൾ, വകാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ, മലകൾ തുരന്ന് പാറകൾ വെട്ടിത്തുരന്ന് വലിയ സൗധങ്ങൾ തീർത്ത് നിർഭയരായി കഴിയുകയായിരുന്നു അവർ. അവരുണ്ടാക്കിയ ഭവനങ്ങൾ ഇന്നും ചരിത്ര സ്മാരകങ്ങളായി ബാക്കി നിൽക്കുകയാണ്. അവരുടെ സൗധങ്ങളുടെ ഡോറിൽ
നമ്മെപ്പോലുള്ള 4 പേരെ മുകളിലേക്ക് അട്ടിവെക്കാൻ മാത്രം ഹൈറ്റുണ്ട്. അവർ നിർമ്മിച്ച പിരമിഡ് ലോകത്ത് എതിരില്ലാതെ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. 1500-ഉം 2000-ത്തിലധികവും ഭാരമുള്ള കല്ലുകൾ, ക്രെയിനില്ലാത്ത, JCB ഇല്ലാത്ത, മറ്റു അത്യാധുനിക സംവിധാനങ്ങളില്ലാത്ത കാലത്ത് അവർ നിർമ്മിച്ചതെങ്ങനെയാണ്? അത്രയും കരുത്തുണ്ടായിട്ടും അവർ പിടികൂടപ്പെട്ടു. എന്തേ? അല്ലാഹുവിന്റെ സഹായം. ഇൻ യൻസുർകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദി. അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു നിങ്ങളെ കൈവെടിയാൻ ഉദ്ദേശിച്ചാൽ അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടാവുക? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഈമാനുള്ളവരെ നിങ്ങൾ അവലംബിക്കേണ്ടത് അല്ലാഹുവിലാണ്. നാം ധൈര്യപ്പെടേണ്ടത് അല്ലാഹുവിലാണ്. എന്റെ ശരീരം, എന്റെ സൗന്ദര്യം, എന്റെ കഴിവ്, എന്റെ അറിവ്, എന്റെ മികവ്, എന്റെ കുടുംബം, എന്റെ സ്വാധീനം, എന്റെ സെറ്റപ്പ്, ഇതൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചത്. 3 ഇരട്ടി വരുന്ന സൈന്യത്തെയാണ് ബദറിൽ വിശ്വാസികൾ തോൽപ്പിച്ചത്. 3000-ത്തെയാണ് ഉഹദിൽ 700 വിശ്വാസികൾ പരാജയപ്പെടുത്തിയത്. 2 ലക്ഷത്തെയാണ് വെറും 3000 മുസ്ലിം സൈന്യം മുഅ്ത യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. എങ്ങനെ സാധിച്ചു? അല്ലാഹുവിന്റെ സഹായം. ഞാനെന്ന വ്യക്തി, എന്റെ കൂടെ റബ്ബിന്റെ സഹായമുണ്ടെങ്കിൽ എന്റെ ധൈര്യം അതാണ്. എന്റെ കുടുംബത്തിന് അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ എനിക്കത് മതി. ഈ സൊസൈറ്റിക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുക മാത്രമേ ചെയ്യൂ. വിശുദ്ധ ഖുർആനിനെ ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നു ആളുകൾ. അതെല്ലാം ഖുർആനിന് പോസിറ്റീവായി മാറുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ധൈര്യം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ നമുക്കാകണം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് നഷ്ടപ്പെട്ടു? ഞാനും നിങ്ങളും എന്ത് സഹിച്ചു? നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, ശീതീകരിച്ച റൂമിലിരുന്ന് ഖുത്ബ ശ്രവിക്കുന്ന നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ദാസനാകണ്ടേ എന്ന് ചോദിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൾ നിറച്ച്, താടി രോമങ്ങൾ നനഞ്ഞ്, സുജൂദിൽ കിടന്ന മണ്ണ് നനഞ്ഞ്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പ്രവാചകന്റെ മടിത്തട്ട് കണ്ണുനീരിനാൽ നനഞ്ഞുപോയെങ്കിൽ നമ്മൾക്ക് എത്ര പറയണം? ഇസ്ലാം സ്വീകരിച്ച ഖബ്ബാബ്, യജമാനത്തി ഉമ്മു അമ്മാറ, കൊല്ലപ്പണിക്കാരനായ അദ്ദേഹത്തിന്റെ ആലയിൽ കയറി വന്ന് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് അദ്ദേഹത്തിന്റെ പുറത്തു വെച്ച്, എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ, അല്ലാഹ് എല്ലാറ്റിന്റെയും റബ്ബായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ശരീരഭാഗം ഉരുകിയൊലിച്ചു. വേദന കൊണ്ട് ഖബ്ബാബ് പുളഞ്ഞു. പക്ഷേ കടിച്ചു പിടിച്ചു, ക്ഷമിച്ചു, സഹിച്ചു. ഒരു തോർത്തുമുണ്ടുകൊണ്ട് അദ്ദേഹം തന്റെ പുറംഭാഗം മറച്ചുപിടിച്ച് പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തിരിക്കുന്ന മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, കാണുന്നില്ലേ നിങ്ങൾ? പട്ടിണി പാവങ്ങളായ ഞങ്ങൾ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചതിന്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ പീഡനമുറകൾ നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹുവിന്റെ പ്രവാചകരെ? അലാ തസ്തൻസിർ ലനാ യാ റസൂലല്ലാഹ്, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. അപ്പോഴാണ് ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത്. അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഖബ്ബാബേ, സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, മനസ്സുമായി സമരം ചെയ്യേണ്ടി വരും, കണ്ണും കാതും മടക്കി വെക്കേണ്ടി വരും, നാവിനെ പിടിച്ചു നിർത്തേണ്ടി വരും, ആഗ്രഹങ്ങളെ ഊച്ചുവിലങ്ങിടേണ്ടി വരും, ശത്രുക്കളുടെ ശത്രുതയെ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അല്ലാണ്ട് സ്വർഗം കിട്ടില്ല. നിങ്ങളുടെ മുൻഗാമികൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു, അവർ പിടിച്ചു കുലുക്കപ്പെട്ടു, അവർ പട്ടിണി കൊണ്ടും ശത്രുതകൾ കൊണ്ടും അവർ വേദനിപ്പിക്കപ്പെട്ടു. എന്നിട്ടും അവരാരും വിശ്വാസത്തിൽ നിന്നും മറുത്ത് ചിന്തിച്ചു പോയിട്ടില്ല.
വിശ്വാസം മാറ്റിവെച്ച് ലിബറലായി സമൂഹത്തിൽ ലയിച്ചു ചേരാമെന്ന് അവരാരും ചിന്തിച്ചില്ല. അവരുടെ അനുയായികൾ മാത്രമല്ല, അവരുടെ നബി പോലും ചിന്തിച്ചു, എന്താ അള്ളാന്റെ സഹായം വരാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം വളരെ അടുത്താണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ സഹോദരന്മാരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഹുദൈബിയയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് വഖഫ നബിയനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഹുദൈബിയ, ഹുദൈബിയയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, ആശിച്ചാഗ്രഹിച്ച് റസൂലുള്ളാഹ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് പോയ ആ സമയം ശത്രുക്കൾ തടഞ്ഞുവെച്ചു. കരാറ് രേഖപ്പെടുത്തി. പൂർണ്ണമായിട്ടും ഇസ്ലാമിക വിരുദ്ധമായ കരാറാണെന്ന് പറയാൻ പറ്റിയ കോലത്തിലുള്ള കരാറായിരുന്നു. പക്ഷേ മസ്ലഹത്ത് കണ്ട് പ്രവാചകൻ അതിൽ ഒപ്പുവെച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമർ, താങ്കൾ വിഷമിക്കണ്ട. ഈ ഒപ്പുവെച്ചതിന്റെ പേരിൽ ആദർശം പണയപ്പെടുത്തുകയല്ല, മറിച്ച് ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. വലസ്തു അഅസി, ഞാൻ അള്ളാഹുവിനെ ഒരിക്കലും അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവനല്ല. ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹ്ക്ക് ഒരിക്കലും ഞാൻ എതിര് പ്രവർത്തിക്കുന്നവനല്ല. വഹുവ നാസിരി, അള്ളാഹുവാണ് എന്റെ സഹായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ താളം തെറ്റുമ്പോൾ, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും നമ്മെ വേട്ടയാടുമ്പോൾ, പ്രതീക്ഷകൾ തകിടം മറിഞ്ഞ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും അസ്വസ്ഥതകൾ നമ്മളെ മതിക്കുമ്പോൾ, അല്ലാഹുവേ നീ എനിക്കുണ്ടല്ലോ എന്ന് ആശ്വസിക്കാൻ. ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം തൊട്ടടുത്തുണ്ട് എന്ന ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. മഹാനായ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം യൂസുഫ് നഷ്ടപ്പെട്ട് പിന്നീട് ബിന്യാമീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലാൻ വേണ്ടി മക്കൾ വന്ന് ചോദിക്കുമ്പോ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ 10 പേരുണ്ട് എന്നതല്ല എന്റെ ധൈര്യം, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, എന്നെ നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന, എന്റെ കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്ന ത്രികാലജ്ഞാനിയായ പടച്ച റബ്ബ്, ഈ പ്രപഞ്ചമില്ലാത്ത കാലം, ഈ ഭൂമിയിൽ മനുഷ്യനില്ലാത്ത കാലം, മലക്കും ജിന്നുമില്ലാത്ത കാലം, കാർമേഘങ്ങളിൽ നിന്ന് മഴ പെയ്യാത്ത കാലം, ഭൂമി വിത്ത് മുളപ്പിക്കാത്ത കാലം, അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, ഈ പ്രപഞ്ചമില്ലാത്ത കാലം, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, അവനേക്കാൾ വലിയൊരു കാവൽ, അവനേക്കാൾ നല്ല ഒരു സഹായി, അവനേക്കാൾ നല്ല ഒരു സംരക്ഷകൻ ആരാണ് സഹോദരന്മാരെ നമുക്കുള്ളത്? യാഖൂബ് നബി പറയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹുവാണ് എന്നെ നന്നായി സംരക്ഷിക്കുന്നവൻ, വഹുവ അർഹമുർ റഹീമീൻ, അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂനും ഫിർഔന്റെ അടുക്കലേക്ക് പോവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന അനുസരിക്കാതെ നിർവാഹമില്ല. പക്ഷെ ഭയമുണ്ട് ഉള്ളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരെയും ആശ്വസിപ്പിച്ചു. എന്താ ആശ്വസിപ്പിച്ചത്? ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നുവരെ നാം എന്തിലാണോ ധൈര്യപ്പെട്ടത് അത് മാറ്റിയേ പറ്റൂ. എന്റെ ധൈര്യം എന്റെ പടച്ചറബാണ്, എന്റെ പ്രതീക്ഷ എന്റെ പടച്ചറബാണ്. എന്റെ റബ്ബെന്നെ കൈവിട്ടാൽ ഞാൻ ഒന്നുമല്ലാതായി ദുനിയാവിലും പരലോകത്തും മാറുമെന്ന ബോധമാണ് സുഹൃത്തുക്കളെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ നമുക്ക് പ്രചോദനവും. ഞാൻ തന്നെയാണ് എല്ലൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഭൂമിയിലേക്ക് അള്ളാഹുവിനെ ആഴ്ത്തിക്കളയും. യതജൽജൽ, ഭൂമിയിൽ കിടന്നവൻ കറങ്ങിക്കൊണ്ടിരിക്കും, ഭൂഗർഭത്തിനകത്തവൻ കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് അഹങ്കാരിയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം സുഹൃത്തുക്കൾ, അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ അള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കും, അതാണ് ചരിത്രം. പക്ഷേ നമ്മിൽ ചില ക്വാളിറ്റീസ് ഉണ്ടാവണം. പടച്ചറബേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാണ് നമുക്കറിയാം. രോഗം ബാധിക്കുമ്പോൾ നമ്മൾ ആരാണ് നമുക്കറിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ചറബിന് മുന്നിൽ വെക്കുമ്പോൾ ഞാനും നിങ്ങളും ആരാണ് നമുക്കറിയാം. നിഷ്കളങ്കമായി സത്യസന്ധമായി മാറി നിന്ന് നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം നാം എന്താണ് ചെയ്യുന്നത്, നാം എന്താണ് ചെയ്യാത്തത്. സുഹൃത്തുക്കളെ, തിരുത്തിന്റെ കാലമാണ്, തിരുത്തിന്റെ സമയമാണ്. ഞാൻ ദീനിൽ അല്പം പിന്നോട്ടാണ് എന്ന് ഇപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ താങ്കളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ലക്കി പേഴ്സൺ. മരിച്ചപ്പോഴാണ് പലരും അത് ചിന്തിച്ചത്, ഖബറിലാണ് പലരും അത് ചിന്തിച്ചത്, പരലോകത്താണ് പലരും അത് ചിന്തിച്ചത്, നരകത്തിൽ വെച്ചാണ് പലരും അത് ചിന്തിച്ചത്. ഞാൻ ദീനിയായിട്ട് പിന്നോട്ടാണ്, എന്റെ പെരുമാറ്റം ശരിയല്ല, എന്റെ കാഴ്ച ശരിയല്ല, എന്റെ ബന്ധങ്ങൾ ശരിയല്ല, ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇതാണ് സമയം. മാറാൻ എന്താ തടസ്സം? ഒന്നുമില്ല.
വേഗം പോയി ഒന്നെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ പുറത്തുതരും. ശൈത്താന്റെ അജണ്ട എന്താ? തെറ്റ് സംഭവിച്ചവനെ നിരാശപ്പെടുത്തുക. നിന്നൊന്നിനും പറ്റൂലടാ, അനക്കൊന്നും അല്ലാഹു പുറത്തുതരില്ലടോ, നിരാശപ്പെടുത്തിയിട്ട് നമ്മളെ ദീനിന്ന് പിന്നോട്ടടിക്കാനാണ് പിശാച് ശ്രമിക്കുക. അതുകൊണ്ട് എപ്പോൾ നമ്മൾ പോക്കാണെന്ന് തോന്നുന്നുവോ അപ്പോൾ നമ്മൾ യു-ടേൺ അടിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കൾ, അള്ളാന്റെ സഹായം കിട്ടും. ആർക്ക്? അള്ളാന്റെ റസൂൽ പറയാം, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇബ്നു അബ്ബാസ് 7 വയസ്സ് പ്രായമുള്ള കുട്ടിയാ. ആ കുട്ടിയോട് റസൂൽ പറഞ്ഞു, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ? യഹ്ഫദില്ലാ യഹ്ഫദുക, നീ അള്ളാഹനെ സൂക്ഷിച്ചോ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാ തജിദുഹു തുജാഹക, നീ അള്ളാഹനെ സൂക്ഷിച്ചോ, നിന്റെ എല്ലാ രംഗത്തും പടച്ച റബ്ബിനെ നിനക്ക് കാണാം. വഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ചോദിക്കുന്നെങ്കിൽ പടച്ചവനോട് ചോദിച്ചു. നീ സഹായം തേടുന്നെങ്കിൽ പടച്ചവനോട് സഹായം തേടിക്കോ. ലോകം മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹ് നിനക്ക് രചിച്ചു വെക്കാത്ത ഒന്നും നിനക്ക് ലഭിക്കില്ല. ലോകം മുഴുവൻ നിനക്കൊരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചു. അള്ളാഹ് നിനക്കത് ഉദ്ദേശിച്ചില്ലെങ്കിൽ നിന്നെ തെല്ലും അത് ബാധിക്കില്ല. അപ്പോൾ അള്ളാഹുവാണല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക, അള്ളാഹിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ആരെ സൂക്ഷിക്കാറുള്ളത്? ആരെ നമുക്ക് പേടിക്കാറുള്ളത്? ഭാര്യനെ പേടിക്കണോ? ഭർത്താവിനെ പേടിക്കണോ? നിയമത്തെ പേടിക്കണോ? ആരെ അവിടെ പേടിക്കാറുള്ളത്? ഓരോ ദിവസവും എത്ര മനുഷ്യന്മാരാണ് അവിടെ കൊന്നു തള്ളുന്നത്? ആരെയാ മനുഷ്യൻ പേടിക്കുന്നത്? ആരെയാ മനുഷ്യൻ പേടിക്കാത്തത്? എന്തുണ്ടായിട്ടെന്താണ് ഇവിടെ മനുഷ്യന്? എന്നാൽ ഒരു വിശ്വാസിയെ ആരും നിയന്ത്രിക്കണ്ട, അവൻ സ്വയം നിയന്ത്രിതനാണ്. കാരണം എന്റെ റബ്ബിനെ സൂക്ഷിക്കേണ്ടവനാണ് ഞാൻ, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഇടപെടലിലും. സുഹൃത്തുക്കളെ, മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചാൽ ആ മനസ്സ് നമ്മെ നന്മയിലേക്ക് ഗൈഡ് ചെയ്യും. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരുടെയെങ്കിലും മനസ്സിൽ ഈമാൻ ശരിക്കുമുണ്ടോ അവന്റെ മനസ്സ് അവനെ ഗൈഡ് ചെയ്യും. എനിക്കത് പറ്റില്ല, എനിക്കത് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? 3 പേരെ കൊന്നിട്ടും വീറും വാശിയും മനസ്സിൽ നിന്ന് പോകാതെ എന്റെ കുടുംബം നശിപ്പിച്ചവരാണവരെന്ന് തന്റെ മുന്നിൽ നീട്ടപ്പെട്ട 15 ക്യാമറക്ക് മുന്നിൽ ഒരു കൊലയാളി പറഞ്ഞെങ്കിൽ, മുഅ്മിനെ, എത്ര നഷ്ടം ആര് കാരണത്താൽ ഉണ്ടായാലും ക്ഷമിക്കും. കാരണം ഞാനൊരു മുഅ്മിനാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ, പടച്ച റബ്ബിനോടുള്ള സൂക്ഷ്മത, അതാണ് അള്ളാന്റെ സഹായം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ സഹോദരന്മാരെ തവക്കുലാണ്. എന്തിനാ എല്ലും പാടെ നമ്മളെന്നെ തലയിലേച്ച് കിടക്കണത്? പടച്ചോല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാം. ബാക്കി വഅലല്ലാഹി ഫല്യതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവനാണോ പടച്ചോനെ ഏൽപ്പിച്ചോ. എന്താ രാവിലെ പ്രാർത്ഥിച്ച്? വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി, കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ. എന്ത് പിന്നെ നമുക്ക് പേടി? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, ഇതൊക്കെ ആലോചിച്ച് പേടിക്കേണ്ട ആളാണോ ഒരു മുഅ്മിൻ? ആണോ? പടച്ചോണ്ട്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഏൽപ്പിക്കുക സഹോദരന്മാരെ. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ അബൂബക്കറിന് കൊടുത്ത ഉപദേശം. അബൂബക്കറെ, നമ്മൾ 2 പേരല്ല, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. അതോടെ തവക്കുൽ, അള്ളാന്റെ സഹായം കിട്ടും. തവക്കുൽ, രാവിലെ മേട കാലിയായിട്ട് ഇറങ്ങുന്ന പക്ഷി വൈകുന്നേരം മേട നിറച്ചു വരുന്നു. എങ്ങനെ? പടച്ച റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങുമ്പോ അവിടെ ഒരു ലോറി വന്നിട്ടുണ്ടാവും ഗോഡൌണിൽ അരി ഇറക്കാൻ. മനസ്സിലായില്ലേ? അവിടെ പോയിട്ട് പക്ഷി വയറ് നിറച്ച് അരി തിന്നിട്ട് കൂട്ടുക്ക് പോകും. ആരാണ് ഇൻഫർമേഷൻ കൊടുത്തത്? ഇവിടെ ലോറി എത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കുക. അതിന്റെ അർത്ഥം ഒന്നും ചെയ്യാതെ വെറുതെ കുത്തിരിക്കാന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ബാക്കി അലല്ലാഹ്, എന്ത് സംഭവിച്ചാലും പടച്ചോൻ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സുഹൃത്തുക്കളെ, തഖ്വയോടെ ജീവിക്കാം. എന്താ ഈ തഖ്വ? പടച്ചോനൊരു പ്രയോറിറ്റി. അതന്നെ, ഞാനല്ല വലുതിന്റെ ആഗ്രഹങ്ങളല്ല വലുത്, എനിക്ക് വലുതിന്റെ പടച്ചോനാണ്. എന്റെ റബ്ബ് തീരുമാനിക്കും ഞാൻ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെയെല്ലാം എന്തെല്ലാം ബന്ധങ്ങളിൽ ഏർപ്പെടണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കും. അതിന്റെ പേരാ തഖ്വ. വമൻ യത്തഖില്ലാഹ്, ആർ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകുന്നുവോ അവരെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കും. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹ് തഖ്വയുള്ളവരുടെ കൂടെയാണ്. പടച്ചോനെ സൂക്ഷിച്ച് സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ. ഖതാദ റഹിമഹുല്ല പറയാണ്, വമൻ യത്തഖില്ലാഹ് യകുൻ മഅഹു, ആരെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹ് അവന്റെ കൂടെയായിരിക്കും.
വമൻ യകുനില്ലാഹു മഅഹു ഫമഅഹു അൽഫിഅതു അല്ലതി ലാ തുഗ്ലബു വൽ ഹാരിസു അല്ലതി ലാ യനാമു വൽ ഹാദി അല്ലതി ലാ യദിൽ. ആരുടെയെങ്കിലും കൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടെങ്കിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് അവന്റെ കൂടെയുള്ളത്. മനസ്സിലായില്ല? ഉറങ്ങാത്ത ഒരു കാവൽക്കാരനാണ് അവന്റെ കൂടെയുള്ളത്. വഴിതെറ്റിക്കാത്ത ഒരു നല്ല ഗൈഡാണ് അവന്റെ കൂടെയുള്ളത്. എത്ര നല്ല വാക്കാണ്! വഴിതെറ്റിക്കാത്തൊരു ഗൈഡായി പടച്ചോണ്ടാവും. ഉറക്കം തൂങ്ങാത്ത ഒരു ഹാരിസായി, കാവൽക്കാരനായി പടച്ചോണ്ടാവും. മനസ്സിലായില്ല? ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സൈന്യമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളൊക്കെ എത്ര സാധാരണക്കാരനാണ്. 1987 ഡിസംബർ 2 എടവണ്ണയിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പിന്നെ നമ്മള് വളർന്ന് വലുതായി ഇപ്പൊ ഈ കാണുന്ന കോലത്തിൽ ഇപ്പൊ ഇവിടെ ഈ അവസ്ഥയിൽ നിൽക്കാണ്. നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? നാം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാത്ത എന്താണുള്ളത്? കണ്ണ് കാണാത്ത ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് പടച്ച റബ്ബ് നമുക്ക് കാഴ്ച തന്നു, കേൾവി തന്നു, ചലിക്കാനുള്ള ശേഷി തന്നു. ബുദ്ധിമാന്ദ്യം ബാധിച്ച 10,000-കണക്കിന് ആളുകളോട് ഉണ്ടായപ്പോ പടച്ചോ നമുക്ക് ബുദ്ധി തന്നു. സുഹൃത്തുക്കളെ, എന്താ നമുക്കുണ്ട് നമ്മൾ പറയാൻ? അഹങ്കരിക്കാൻ മാത്രം നമുക്കെന്തുണ്ട്? എല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നല്ലേ. അതുകൊണ്ട് അല്ലാഹുവിലേക്കൊരു മടക്കം അത്യാവശ്യം. ആ പടച്ചോണ്ടാവും നമുക്കൊരു കാവലായിട്ട്. പിന്നെന്താ അറിയോ? പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ കഥ നമ്മൾ വിശദമായി പറഞ്ഞു. പ്രാർത്ഥിക്കാം. എല്ലാം പടച്ചോണ്ട് പറയാം. സങ്കടങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം പടച്ച റബ്ബിനോട് പറയാം. ഇതുപോലെ നിർഭയത്വത്തോടുകൂടെ സഹായിക്കാമെന്ന് ഉറപ്പ് തന്ന ആരാ നമുക്കുള്ളത്? സഹായിക്കാമെന്ന് ഉറപ്പ് തന്ന ആരാള്? ചോദിച്ചോ ഞാൻ നൽകാമെന്ന് പറഞ്ഞ് പടച്ച റബ്ബല്ലാതെ ആരാള്? അതുകൊണ്ട് ഈ പുണ്യങ്ങളുടെ ശഅബാൻ മാസത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ. നല്ലോണം പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുക. വീട്ടിൽ കയറുമ്പോൾ, വണ്ടി കയറുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഓൾവേസ് എല്ലാ സമയത്തും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ. 5-മത്തെ എന്താ അറിയോ? ദിക്റുകളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകൻ അബാൻ ബിൻ ഉസ്മാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബാപ്പയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ് മറ്റേ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അത് 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ ലം തുസിബുഹു ഫജഅതു ബലാഇന്നാണ്. പെട്ടെന്നുള്ള ഒരു മുസീബത്തും അവനെ ബാധിക്കൂല. രാത്രി ചൊല്ലിയ നേരം വെളുക്കോളം പെട്ടെന്നുള്ള മുസീബത്ത് ബാധിക്കൂല. വൈകുന്നേരം ചൊല്ലിയ പിറ്റേന്ന് രാവിലെ ചൊല്ലിയ വൈകുന്നേരം വരെ ഒരു പെട്ടെന്നുള്ള മുസീബത്തും ബാധിക്കൂല. ഈ ഹദീസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് റിവായത്ത് ചെയ്ത്, ബാപ്പയിൽ നിന്ന് മകൻ അബാനാണ് ഇത് റിവായത്ത് ചെയ്തത്. പക്ഷെ അദ്ദേഹമാകട്ടെ പക്ഷാഘാതം പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഓരിങ്ങനെ നോക്കുക, ഒന്നും ബാധിക്കൂലാണ്ട് ഇയാൾ പക്ഷാഘാതം പിടിച്ച് കിടക്കുകയാണല്ലോ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? നിങ്ങൾ പിന്നെ എനിക്ക് ബാധിച്ച കാര്യം ഓർത്തിട്ടാണോ? എനിക്കിത് ബാധിക്കാൻ കാരണം ഫനസീതു അൻ നഖൂലഹാ, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഈ ദിക്ർ ചൊല്ലാൻ മറന്നുപോയിരുന്നു. ഏതാണ് ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അതെല്ലാം സുഹൃത്തുക്കളെ രാത്രിയിലുള്ള ദിക്ർ, രാവിലെയുള്ള ദിക്ർ. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം യദുറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. ആ സ്ഥലത്ത് നിന്ന് അയാൾ പോകാണ്ട് ഒരു മുസീബത്ത് അയാളെ ബാധിക്കൂലെന്ന് റസൂൽ പറഞ്ഞു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ കൊണ്ട് കാവൽ തരുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എല്ലാവരും അഭയപ്പെടാൻ ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഷഅബാൻ നമ്മുടെ മുൻഗാമികളേറെ ആരാധനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചൊരു സമയമാണ്. ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് ഷഅബാൻ എന്ന് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും അധികം അവർ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു മാസമാണ് ഷഅബാൻ. ചില പണ്ഡിതന്മാരെ കുറിച്ച്, സലഫുകളെ കുറിച്ചൊക്കെ പറയുന്നത് അവർ ഷഅബാനിൽ അവരുടെ കടയടച്ച് ഫുള്ള് ഇബാദത്തിലായിരുന്നു, ഖുർആൻ പാരായണത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ റമദാൻ വരാൻ കാത്തിരിക്കാതെ തന്നെ ഈ ഷഅബാനിൽ പുണ്യകരമായിട്ടുള്ള ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പക്ഷേ ഷഅബാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്.
ഈ ബിദ്അത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇങ്ങനെ ഇരുന്ന് കള്ളുടിക്കുമ്പോൾ നമുക്കറിയാം അത് തെറ്റാണ്, അതുകൊണ്ടുള്ള ഷർറൊക്കെ നമുക്ക് വളരെ പ്രകടമാണ്. പക്ഷെ ഒരാൾ പള്ളിന്റെ മൂലക്കേന്ന് ഇങ്ങനെ ദിക്ർ ഇല്ലാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? ഒരാളൊരു നോമ്പ് വെച്ചാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ ആരും തെറ്റിദ്ധരിക്കോ? ഇല്ല. അതാണ് ഈ ബിദ്അത്തിന്റെ പ്രത്യേകത. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ഒരു ഭക്തിയുടെയും അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഒരു മറയിലാണ് ബിദ്അത്തുകൾ നടക്കുക. പക്ഷേ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. ബിദ്അത്ത് വഴികേടാണ്. ബിദ്അത്ത് വർദ്ധിച്ചാൽ ദീനിലുള്ളത് മിസ്സായി പോകും. മാത്രമല്ല റസൂലിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമാണ് ബിദ്അത്ത്. നബി പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സ്വർഗത്തിലേക്കുള്ളതെല്ലാം പഠിപ്പിച്ച് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ള കളവ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് ശരിക്കും ബിദ്അത്ത് കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് ബിദ്അത്തുകളുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ശഅബാൻ 15 നോമ്പ്, അതിനൊരു ഹദീസും പറയുന്നുണ്ട്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ. 15 രാത്രികൾ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അങ്ങനൊരു ഹദീസ് ഉണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസായിട്ട് പറയപ്പെടുന്ന ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇത് മൗദൂആണ്. അപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൽക്കെല്ലാം മൗദൂഉം ദഈഫും ഒക്കെയാണെന്നാ പറയാം. സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യം എനിക്ക് മറച്ചു വെക്കാൻ അധികാരമുണ്ടോ? ഉണ്ടോ? പണ്ഡിതന്മാർക്ക് മറച്ചു വെക്കാൻ അധികാരമുണ്ടോ? ഉണ്ടോ? ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത മുൻഗാമികൾ അവര് ആരെങ്കിലും പറയോ നബി പഠിപ്പിച്ചൊരു കാര്യം ഇല്ലാന്ന്? പറയില്ല. അതുകൊണ്ട് അത് പറ്റാത്തത് കൊണ്ടാണ്, ദുർബലമായതുകൊണ്ടാണ്, കെട്ടിച്ചമച്ചതാണ് ഈ ഹദീസ് എന്ന പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണത് പറയുന്നത്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഅമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്. അത് അയ്യാമുൽ ബീദ് 15-ാം തീയതി അയ്യാമുൽ ബീദ് ആണല്ലോ, 13, 14, 15. ആ അർത്ഥത്തിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്നാൽ മിൻ ഹൈസു ഖുസൂസഹു വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ ദഈഫ്. എന്നാൽ ആ ഒരു 15-ാമത്തെ ദിവസം സ്പെഷ്യലായിട്ട് പറയുന്ന ഇബ്നു മാജ റിവായത്ത് ചെയ്ത ഹദീസ് അത് ദഈഫാണ്, ദുർബലമാണ് എന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് രാത്രിയിലെ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് കുറെ നേരം നിസ്കരിക്കുക എന്നുള്ള ഹദീസൊക്കെ 1000 മലക്കുകളെ സന്തോഷ വാർത്ത അറിയിക്കുന്നതായിട്ട് നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ട്. അന്ന് രാത്രിയിൽ കുറേ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുള്ള നിസ്കാരം, അങ്ങനെയുള്ള കുറച്ച് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുറെ ആചാരങ്ങൾ, പ്രത്യേകമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഈ 15-ന് സാധാരണയിൽ കവിഞ്ഞ് ഒരു പ്രത്യേകതയില്ല. അത്ര മനസ്സിലാക്കിയാൽ മതി. 15-ന് നോമ്പുണ്ട്. ഏത് നോമ്പ്? അയ്യാമുൽ ബീദിന്റെ നോമ്പ്. അതല്ലാണ്ട് ഒരു സ്പെഷ്യാലിറ്റിയും ഹദീസിൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കോലത്തിലുള്ള നിസ്കാരങ്ങളോ പ്രത്യേക ദിക്റുകളോ പ്രത്യേക ദുആകളോ പ്രത്യേക വ്രതങ്ങളോ സഹീഹായി വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് ശരിക്കും പഠിക്കാനും അത് ജീവിതത്തിലൊന്ന് ആസ്വദിച്ച് ചെയ്യുക. അങ്ങനെയാണല്ലോ നിസ്കരിക്കുന്നുണ്ട് നമ്മളൊക്കെ, പക്ഷെ നിസ്കാരം ആസ്വദിക്കുന്നുണ്ടോ? ഖുർആൻ ഓതുന്നുണ്ടോ? പക്ഷെ ഖുർആനോത്ത് ആസ്വദിക്കുന്നുണ്ടോ? ഇനിയെങ്കിലും എപ്പോഴാ അതൊക്കെ മരിച്ചു പോവാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള കാലം ദീനിന്റെ കാര്യം ആസ്വദിച്ച് സമാധാനത്തോടെ സ്വസ്ഥമായി സമയമെടുത്ത് ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൽമിനെ അമലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വിശ്വാസവും കർമ്മവും സ്വഭാവവും എല്ലാം നന്നാക്കി യഥാർത്ഥ മുസ്ലിമായി പടച്ചറബിന് ഇഷ്ടപ്പെട്ടവനായി ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്തിരിക്കെ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളുമൊക്കെ മരണപ്പെട്ടുപോയി. അല്ലാഹു എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗമാക്കട്ടെ. അവരുടെ ജീവിതകാലം അവർ ചെയ്ത നന്മകൾക്ക് അല്ലാഹു 10 മടങ്ങ് പ്രതിഫലം നൽകട്ടെ. അവരുടെ ഖബറിലേക്ക് നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മിലെ രോഗികളായ സഹോദരങ്ങൾക്ക് എത്രയും വേഗം ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. അവരുടെ വേദനകൾക്ക് അല്ലാഹുയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരുപാട് നല്ല ആഗ്രഹങ്ങളെ അല്ലാഹു സഫലമാക്കട്ടെ. നമ്മുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളെയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ശീലങ്ങളെയും മാറ്റിയെടുക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ എല്ലാ മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ വിഷമതകളും നീക്കിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമുക്കിടയിൽ അള്ളാഹു മഹബത്തും സ്നേഹവും കാരുണ്യവും ഐക്യവും സാഹോദര്യവും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു കലാപവും അനൈക്യവും ചിതറിയും ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നല്ല മനുഷ്യസ്നേഹികളായ ആളുകൾക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു രക്ഷയും സമാധാനവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.